ഹായ് ഹലോ SSLC ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. അതിൻ്റെ റേഷ്യോ 3:1 അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നോക്കേണ്ടത് ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ്. എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ്? പേജ് നമ്പർ 25 അവസാന പാർട്ടിൽ കിടപ്പുണ്ട്. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഹി ഒബ്സർവ്ഡ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഓഫ് ദി സെയിം പ്ലാന്റ്. ദിസ് ഈസ് നോൺ ആസ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഇവിടെ അദ്ദേഹം ചെയ്തത് 2 ജോഡി വിപരീത ഗുണങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. ഹൈബ്രിഡൈസേഷൻ നടത്താൻ വേണ്ടി, വർഗ്ഗസങ്കരണം നടത്താൻ വേണ്ടി ഒരേ ചെടിയിലെ 2 ക്യാരക്ടേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ക്യാരക്ടറാണ് കൺസിഡർ ചെയ്തതെന്ന് അറിയാമോ? ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദി സീഡ്. ചെടിയുടെ ഉയരവും സീഡിൻ്റെ ഷേപ്പുമാണ് ഡൈഹൈബ്രിഡ് ക്രോസിന് വേണ്ടി അദ്ദേഹം സെലക്ട് ചെയ്തത്. അതിൻ്റെ ഒരു പിക്ചറാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ടോൾ ആൻഡ് റൗണ്ട് സീഡ് പേരൻറ്റും ഡോർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ് പേരൻറ്റുമാണ് ഡൈഹൈബ്രിഡ് ക്രോസിന് വേണ്ടി അദ്ദേഹം സെലക്ട് ചെയ്തത്. അവിടെ നമുക്ക് കാണാമല്ലോ. ഇവിടെ ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് പ്ലാന്റിനെ കാണിക്കാനായി ക്യാപിറ്റൽ R ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോർഫ് ആൻഡ് റിങ്കിൾഡ് സീഡഡ് പ്ലാന്റിനെ കാണിക്കാനായിട്ട് സ്മോൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഡൈഹൈബ്രിഡ് ക്രോസ് ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 പേരൻസിനെ കൺസിഡർ ചെയ്തു. എങ്ങനെയാണ്? ടോൾ ആൻഡ് റൗണ്ട് സീഡുള്ള ഒരു പേരൻ്റൽ പ്ലാന്റും അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വിപരീത ഗുണമുള്ള ഡാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡുള്ള പ്ലാന്റുമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ടോളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ടി ആണ്. റൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇതിൻ്റെ നേരെ സ്മോൾ ലെറ്റർ ആയിരിക്കണം ഡാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്മോൾ ടി സ്മോൾ ആർ ഇതാണ് നമ്മുടെ പേരൻ്റ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടിയിൽ നിന്ന് അതിൻ്റെ പകുതി മതിയല്ലോ. ഒരു ക്യാപിറ്റൽ ടിയും റൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ആറുമായിരിക്കും ഗ്യാമീറ്റിനകത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്മോൾ ടിയും സ്മോൾ ആറുമായിരിക്കും ഗ്യാമീറ്റിനകത്ത് ഉണ്ടാകുന്നത്. ഇവരെ നമുക്ക് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ F1 ജനറേഷൻ കിട്ടും. എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ അങ്ങോട്ട് എഴുതാം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാണ് F1 ജനറേഷൻ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ സ്മോൾ ടി അവിടെ എക്സ്പ്രസ് ചെയ്തില്ല. അപ്പോൾ ക്യാപിറ്റൽ ടി ഇവിടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടർ ടോൾ ആയിരിക്കും. ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ സ്മോൾ ആർ അവിടെ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പോൾ അവിടെ ക്യാരക്ടർ എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ F1 ജനറേഷനിലെ പ്ലാന്റ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? ടോൾ ആൻഡ് റൗണ്ട് പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു പേരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിനെ എന്ത് ചെയ്യുന്നു? F2 ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണത്തിന് വിധേയമാക്കും. അപ്പോൾ ഇവിടെ മോണോഹൈബ്രിഡ് ക്രോസ് നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് എഴുതിയത് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇനിയിപ്പം ക്യാരക്ടർ കൂടിയത് കൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിതിനെ സ്ക്വയർ വരച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് എഴുതുന്നത്. അതിനെ പനറ്റ് സ്ക്വയർ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. സ്ക്വയർ വരച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ F1 ജനറേഷനെ സെൽഫ് പോളിനേഷന് വിധേയമാകുന്നു. അപ്പോൾ പേരൻ്റ് ഇത് തന്നെയല്ലേ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെയും പേരൻ്റ് ആര് തന്നെയാണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ തന്നെയാണ് പേരൻ്റ്. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾ ഗ്യാമീറ്റ് എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. ഗ്യാമീറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. നോക്കിക്കോണേ, ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും തെറ്റിപ്പോകല്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തത് സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇങ്ങനെ വരച്ച് വെച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാമീറ്റുകൾ 4 കിട്ടിയത് ആരൊക്കെയാണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇത് ദാണ്ട് ഈ പേരൻറ്റിൻ്റെ ഗ്യാമീറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഇതിനെ തെറ്റാതിരിക്കാൻ ഞാൻ ഗ്യാമീറ്റുകൾ 4 എഴുതി താഴേക്ക് ഒരു കോളം വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ വരച്ചോ. ആദ്യം
കോളം വരച്ചിട്ടിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. കോളം എണ്ണി വരയ്ക്കുക, തെറ്റിപ്പോകുന്നവർ ഗ്യാമീറ്റ് എഴുതിയിട്ട് കോളം വരയ്ക്കുക. അപ്പോൾ ഇവിടെ കണ്ടല്ലോ. അപ്പോൾ ഈ പേരൻറ്റിൻ്റെ ഗ്യാമീറ്റാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തന്നെയല്ലേ ഇപ്പുറത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത്. സെയിം പേരൻസ് ഒരുപോലെ കിടക്കുമല്ലേ. അപ്പോൾ ഇവിടുന്ന് ഈ ഉണ്ടായ ഇതേ ഗ്യാമീറ്റുകൾ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇതുപോലെ താഴേക്ക് അങ്ങ് എഴുതണം. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ വരച്ചു, ക്യാപിറ്റൽ ടി സ്മോൾ ആർ വരച്ചു, സ്മോൾ ടി ക്യാപിറ്റൽ ആർ വരച്ചു, സ്മോൾ ടി സ്മോൾ ആർ. കോളം നമ്മൾ ഫില്ല് ചെയ്തു. ഈ കോളത്തിലേക്കാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം നോക്കാം. അപ്പം നമ്മുടെ കൈ താണ്ട് ഇവിടെ അങ്ങ് വെച്ചോളണം. ഇത് ഓരോന്നുമായിട്ടും ഫ്യൂസ് ചെയ്ത് അതാത് കോളങ്ങളിൽ നമ്മൾ എഴുതണം. നോക്കിക്കോണേ, ഇത് രണ്ടും കൂടി ഇവിടെ എഴുതുക, ഇത് രണ്ടും കൂടി ഇവിടെ, ഇത് രണ്ടും കൂടെ ഇവിടെ, ഇത് രണ്ടും കൂടെ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കഴിയും. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലോ. ഇത് രണ്ടും കൂടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. എഴുതി നോക്കാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഇത് രണ്ടും കൂടെ എഴുതുമ്പോഴോ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇനി ഇതും കൂടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഇതും കൂടി ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പോൾ ഇത് കഴിഞ്ഞു. കൈ താണ്ട് ഇങ്ങ് നേരെ താഴോട്ട് പോട്ടെ. ഇതുപോലെ എല്ലാം ചെയ്ത് ഇതുപോലെ കോളം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ താണ്ട സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. താണ്ട് എല്ലാത്തിൻ്റെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, അപ്പുറത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്. ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ടിയുടെ ക്യാരക്ടറെ കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ടോളാണ്, ടോൾ. ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? റൗണ്ട്, ടോൾ റൗണ്ട്. അതുപോലെ ഇവിടെയും ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് ടോൾ, ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് റൗണ്ട്. ഇതും അതുപോലെ തന്നെ, ഇത് ക്യാപിറ്റൽ ടി ആണ്. ഇതും അതുപോലെ തന്നെ ടോൾ, റൗണ്ട്. ഇതും ടോൾ, റൗണ്ട്. ഞാൻ ടോൾ റൗണ്ട് ഉള്ളതെല്ലാം ഞാൻ ഈ വയലറ്റ് കളർ വെച്ച് എഴുതാം. ഇതും അതുപോലെ തന്നെയാണ്, ടോൾ, റൗണ്ട്. ആണ്ട് ഇവിടെ നമ്മൾ ടോൾ റൗണ്ട് ഉള്ളതെല്ലാം ഞാൻ താണ്ട വയലറ്റ് കളർ വെച്ചിട്ട് ഞാൻ താണ്ട എഴുതി വെച്ചിട്ടുണ്ട്. ടോൾ റൗണ്ട് കണ്ടല്ലോ. 1 2 3 4 5 6 7 8 9 എണ്ണം കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ടോൾ റൗണ്ട് എത്ര എണ്ണം കിട്ടി? 9 എണ്ണം കിട്ടി. ഇനി അടുത്ത് ഈ ക്യാരക്ടർ നോക്കാം. ഇത് നോക്കുകയും ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് ടോളാണ്, പക്ഷേ സ്മോൾ ആർ ആയതുകൊണ്ട് അത് റിങ്കിൾഡ് ആണ്. അപ്പം എന്താണ് ക്യാരക്ടർ? ടോൾ റിങ്കിൾഡ്. ടോൾ റിങ്കിൾഡുണ്ട്. ഞാൻ എന്താണ്ട് ഈ കളർ വെച്ച് എഴുതാം. ടോൾ റിങ്കിൾഡ്, ടോൾ റിങ്കിൾഡ് അല്ലേ. ഇനി വേറെ എവിടെ ഉണ്ട് ടോൾ റിങ്കിൾഡ്? ഇതാ കിടക്കുന്നു. ഇവിടെ ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് ടോളാണ്, സ്മോൾ ആർ ആയതുകൊണ്ട് റിങ്കിൾഡ് ആണ്. ഇനി എവിടെ ഉണ്ട്? ഇതാണ്ടേ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് ടോളാണ്, സ്മോൾ ആർ ഉള്ളത് കൊണ്ട് റിങ്കിൾഡ് ആണ്. അപ്പോൾ എത്ര എണ്ണം ആയെന്നൊന്ന് നോക്കിക്കേ. ടോൾ റിങ്കിൾഡ് എത്ര എണ്ണം ഉണ്ട്? ഇതാണ്ടേ 1 2 3 എണ്ണം. അപ്പോൾ ടോൾ റിങ്കിൾഡ് 3 എണ്ണം. ഇനി ഇതാരാണ്? സ്മോൾ ടി അല്ലേ. സ്മോൾ ടി ആകുമ്പം ഡോർഫ് ക്യാപിറ്റൽ ആർ വന്നാൽ റൗണ്ട്. അപ്പോൾ ഡോർഫ് റൗണ്ടുള്ള ആൾക്കാർ. അത് ഞാൻ ഈ നീല കളർ കൊണ്ട് എഴുതാം. ഡോർഫ് റൗണ്ട്. ഇതാണെങ്കിലോ ഇതും അതുപോലെ തന്നെയല്ലേ. സ്മോൾ ടി വരുമ്പോൾ അത് ഡോർഫാണ്. ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ അത് റൗണ്ടാണ്. ഇനിയുണ്ടോ? ഇതാണ്ട് കിടക്കുന്നത്. ഇവിടെയും 2 സ്മോൾ ടി. അപ്പം ഡോർഫാണ്, ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ അത് റൗണ്ടാണ്. അപ്പോൾ ഇത് എത്ര എണ്ണം വന്നു? ഡോർഫ് റൗണ്ട് 1 2 3. ഇനി ഇതാണ്ട് ഒരാളും കൂടെ ബാക്കിയുണ്ട്. സ്മോൾ ടി, സ്മോൾ ആർ. അപ്പം സ്മോൾ ടി എന്ന് പറയുമ്പോൾ ഡോർഫാണ്. സ്മോൾ ആർ വരുമ്പോൾ അത് റിങ്കിൾഡ് ആണ്. അപ്പം ഡാർഫ് റിങ്കിൾഡ് എന്നുള്ള ഒരെണ്ണവും വന്നു അല്ലേ. എത്ര എണ്ണം വന്നു നോക്കിയേ. ടോൾ റൗണ്ട് 9 എണ്ണം. അതാണ്ട് വയലറ്റ് വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ടോൾ റൗണ്ട് 9 എണ്ണം. ടോൾ റിങ്കിൾഡ് 3 എണ്ണം. അതാണ്ട് ഈ ബ്രൗൺ കളർ വെച്ച് എഴുതിയിരിക്കുന്നു. ഡാർഫ് റൗണ്ട് നീല വെച്ച് എഴുതിയിട്ടുണ്ട് 3 എണ്ണമുണ്ട്. ഡാർഫ് റിങ്കിൾഡ് 1 എണ്ണമുണ്ട്. ഇതാണ് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസ്. നമ്മൾ കാണാതെ പോയ പുള്ളിക്കാരൻ ഇതല്ലായിരുന്നു. ഡാർഫ് റിങ്കിൾഡിനെ അല്ലേ കാണാതെ പോയത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ജനറേഷനിൽ ഈ ഡാർഫ് റിങ്കിൾഡ് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ കൂടെ നമുക്കൊന്ന് എഴുതിയാലോ. എങ്ങനെ എഴുതാൻ പറ്റും?
ടോൾ റൗണ്ട് 9 എണ്ണം, ടോൾ റിങ്കിൾഡ് 3 എണ്ണം, ഡാർഫ് റൗണ്ട് 3 എണ്ണം, ഡാർഫ് റിങ്കിൾഡ് 1 എണ്ണം. ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ 9:3:3:1. കണ്ടോ, ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ. അപ്പം ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് ഏത് ക്യാരക്ടർ തന്നിരുന്നാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ക്വയർ വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്യാമീറ്റ് എഴുതുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എളുപ്പമാണെന്നൊക്കെ തോന്നും, പക്ഷേ എഴുതി വരുമ്പോൾ ഗ്യാമീറ്റ് ഒരെണ്ണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. പിന്നെ ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും പ്രശ്നമില്ല, അതുപോലെ തന്നെ താഴേക്കും അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓർഡർ മാറിയാലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഗ്യാമീറ്റിൻ്റെ അക്ഷരങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ അത് തെറ്റിപ്പോകും. അപ്പോൾ ഏത് ക്യാരക്ടർ, ഏത് 2 ക്യാരക്ടർ തന്നാലും ഇതുപോലെ തന്നെയാണ് എഴുതുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കാൻ ഏത് ലെറ്ററാണോ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് നേരെ സ്മോൾ ലെറ്റർ മാത്രമേ റെസസീവിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ അക്ഷരം നോക്കി ഇവിടെയൊക്കെ എഴുതി വെക്കല്ലേ. ടോളിന് ടിയും ഡാർഫിന് ഡിയും അല്ല എഴുതേണ്ടത്. ഇവിടെ ഏത് ലെറ്ററാണോ എടുക്കുന്നത് അതിൻ്റെ സ്മോൾ ലെറ്ററാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ റേഷ്യോ നമുക്ക് എങ്ങനെ കിട്ടി? ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എങ്ങനെയാണ് കിട്ടിയത്? 9:3:3:1. ഇനി നമുക്ക് പേജ് നമ്പർ 26 കിടക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ നോക്കാം. ഒന്നാമത്തെ എന്താ? ക്യാരക്ടേഴ്സ് കൺസിഡേർഡ് ആൻഡ് ദെയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. അതായത് ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ കൺസിഡർ ചെയ്ത ക്യാരക്ടർ ഏതാണ്, അതിൻ്റെ ട്രേറ്റുകൾ ഏതൊക്കെയാണ് നമ്മളവിടെ എടുത്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹൈറ്റ് ഓഫ് ദി പ്ലാന്റും പിന്നെന്താണ്? ഷേപ്പ് ഓഫ് ദി സീഡും അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ്? ഒന്നാമത്തെ ആൻസർ എങ്ങനെയാണ്? ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഹൈറ്റ് ഓഫ് ദി പ്ലാന്റും 2 ഷേപ്പ് ഓഫ് ദി സീഡ്. ഇത് 2 പേര് ക്യാരക്ടേഴ്സ്. ഇതിൻ്റെ ട്രേറ്റുകൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഹൈറ്റിൻ്റെ 2 ട്രേറ്റുകൾ നമ്മൾ ഏതൊക്കെയാണ് എടുത്തത്? ടോള്, ഡോർഫ്. ഇനി ഷേപ്പ് ഓഫ് ദി സീഡിൻ്റെ ട്രേറ്റുകൾ ചോദിച്ചാൽ റൗണ്ട് സീഡഡും റിങ്കിൾഡ്. അപ്പം ക്യാരക്ടർ ചോദിച്ചാൽ ഏതൊക്കെ എഴുതണ്ടേ? ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്, ഷേപ്പ് ഓഫ് ദി സീഡ്, ചെടിയുടെ ഉയരം, വിത്തിൻ്റെ ഷേപ്പ്. ഹൈറ്റിൽ ഉള്ള 2 ട്രേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടോളും ഡാർക്കും. ഷേപ്പ് ഓഫ് ദി സീഡിലുള്ള ട്രേറ്റ് ചോദിച്ചാൽ റൗണ്ട്, റിങ്കിൾഡ്. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദി പേരൻ്റൽ പ്ലാന്റിൻ്റെ ഫീനോടൈപ്പ് ഏതാണ്, ജീനോടൈപ്പ് ഏതാണ്? അപ്പോൾ നമുക്ക് ഈ ക്രോസിലോട്ട് നോക്കി അതിൻ്റെ ആൻസർ കിട്ടും. നോക്കിക്കേ, ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഫീനോടൈപ്പ്. അപ്പോൾ പേരൻ്റൽ പ്ലാന്റിൻ്റെ ഫീനോടൈപ്പ് ചോദിച്ചാൽ ടോൾ ആൻഡ് റൗണ്ട് സീഡഡ്, ഡാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ്. ഇതാണ് ഫീനോടൈപ്പ്. അതിൻ്റെ ജീനോടൈപ്പ് ചോദിച്ചാൽ എന്താ എഴുതണം? ടോൾ ആൻഡ് റൗണ്ടഡ് സീഡിൻ്റെ ഫീനോടൈപ്പ് എന്തായിരുന്നു? ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R. ഡോർഫ് റിങ്കിൾഡ് സീഡിൻ്റെ ജീനോടൈപ്പ് ഏതാണ്? സ്മോൾ t, സ്മോൾ r. ഇത് രണ്ടും തെറ്റിപ്പോലും. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ് ഫീനോടൈപ്പ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ജീനോടൈപ്പ്, അതായത് ഈ അക്ഷരം വെച്ച് എഴുതത്തില്ലേ, അതാണ് ജീനോടൈപ്പ്. തെറ്റിപ്പോകരുത്. ഇതാണ് രണ്ടാമത്തെ ഇൻഡിക്കേറ്ററിൻ്റെ ആൻസർ. മൂന്നാമത്തേത് ഡോമിനൻ്റ് ആൻഡ് റെസസീവ് ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ജനറേഷനിലെ ഡോമിനൻ്റ് ട്രേറ്റ് ആര്, റെസസീവ് ട്രേറ്റ് ആര്? നമുക്ക് നേരെ ക്രോസിലോട്ടൊന്ന് പോയാലോ. ഇതല്ലേ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ജനറേഷൻ. ഇവിടെ ഡോമിനൻ്റ് ആരായിരുന്നു, അതായത് എക്സ്പ്രസ് ചെയ്തത് ആരാണ്? ടോൾ റൗണ്ട് ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ഡോമിനൻ്റ് ആരാണ്? ഡോമിനൻ്റ് ക്യാരക്ടർ ചോദിച്ചാൽ ടോൾ റൗണ്ട്. റെസസീവ് ആരായിരുന്നു? ഡോർഫ് റിങ്കിൾഡ്. അതായത് പ്രകടമാക്കാതെ ഇവിടെ കിടന്ന ഡോർഫ് റിങ്കിൾഡുമാണ് ഇവിടുത്തെ റെസസീവ് ക്യാരക്ടർ. എക്സ്പ്രസ് ചെയ്ത ടോളും റൗണ്ടുമാണ് ഇവിടുത്തെ ഡോമിനൻ്റ് ക്യാരക്ടർ. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ അലീൽസ് ഓഫ് ദി ഗ്യാമീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് ജനറേഷൻ. ഒന്നാമത്തെ ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാമീറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇതാണ്ട് കിടപ്പുണ്ട്, അതിൻ്റെ ആൻസർ ഇതാ കിടക്കുന്നു. ഒന്നാമത്തെ ജനറേഷനെ നമ്മൾ സെൽഫ് പോളിനേഷന് വിധേയമാക്കിയപ്പോൾ കിട്ടിയ ഗ്യാമീറ്റുകൾ ആരൊക്കെയാണ്? ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ T, സ്മോൾ r, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ t, സ്മോൾ r. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം ഫീനോടൈപ്പ് ഓഫ് ദി പ്ലാന്റ് ഇൻ ദി സെക്കൻഡ് ജനറേഷൻ. രണ്ടാമത്തെ ജനറേഷനിൽ നമുക്ക് കിട്ടിയ പ്ലാന്റിൻ്റെ ഫീനോടൈപ്പ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ നേരത്തെ വരച്ച ക്രോസിൽ, ഇതാണ് സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ കണ്ട ഫീനോടൈപ്പുകൾ. ഏതൊക്കെയാണ്? ടോൾ റൗണ്ട്, ടോൾ റിങ്കിൾഡ്, ഡാർഫ് റൗണ്ട്, ഡാർഫ് റിങ്കിൾഡ്. ഇതാണ് സെക്കൻഡ് ജനറേഷനിലെ ഫീനോടൈപ്പുകൾ. അടുത്ത ചോദ്യം ഫീനോടൈപ്പ് ഒബ്സർവ്ഡ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ദാറ്റ് ഡിഫേർഡ് ഇൻ കോൺട്രാസ്റ്റ് ടു പേരൻ്റൽ പ്ലാന്റ് ആൻഡ് ദെയർ ജീനോടൈപ്പ്. പേരൻ്റൽ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമത്തെ ജനറേഷനിൽ കണ്ട ഫീനോടൈപ്പ് ഏതൊക്കെയാണ്? അവരുടെ ജീനോടൈപ്പുകൾ എഴുതുക. അതാണ് ചോദ്യം.
അപ്പോൾ ഇവിടെ പേരൻ്റൽ പ്ലാന്റിൽ ഉണ്ടായിരുന്ന ഫീനോടൈപ്പ് ഏതൊക്കെയാണ്? ടോൾ ആൻഡ് റൗണ്ടും ഡോർഫ് റിങ്കിൾഡുമാണ് പേരൻ്റൽ പ്ലാന്റിൻ്റെ ഫീനോടൈപ്പ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയത് എന്തൊക്കെയാണ്? ആണ്ടെ ഇത് ടോൾ റൗണ്ടും ഡാർഫ് റിങ്കിൾഡും ഇത് രണ്ടെണ്ണം പേരൻസിനുണ്ടായിരുന്നതാണ്. ഇനി ഇല്ലാതെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ടോൾ റിങ്കിൾഡും ഡോർഫ് റൗണ്ടും. ഇത് രണ്ടുമാണ് വ്യത്യസ്തമായി നമുക്ക് കിട്ടിയ സെക്കൻഡ് ജനറേഷനിൽ വ്യത്യസ്തമായിട്ട് കിട്ടിയ രണ്ട് ഫീനോടൈപ്പുകൾ, ടോൾ റിങ്കിൾഡും ഡാർഫ് റൗണ്ടും. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഇവരുടെ ജീനോടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടോൾ റിങ്കിൾഡിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ്ട് കിടക്കുന്നത് കണ്ടോ, ടോൾ റിങ്കിൾഡ് കണ്ടോ. ഇവിടുത്തെ ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ആർ. അപ്പോൾ അതൊരെണ്ണം നമുക്ക് ഇങ്ങോട്ട് എഴുതി വെക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഇത് ടോൾ റിങ്കിൾഡ് അല്ലേ? വേറെ ടോൾ റിങ്കിൾഡ് ഉണ്ടോ? ഇതാ കിടക്കുന്ന ക്യാപിറ്റൽ ടി സ്മോൾ ആർ. അപ്പോൾ ജീനോടൈപ്പ് വ്യത്യാസമല്ലേ ഇവിടെ? അപ്പോൾ അത് നമുക്ക് എഴുതാം. ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഒന്നും കൂടെ ഉണ്ടല്ലോ, ദാണ്ട് ഇതുകൂടെ നോക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ആർ നമ്മൾ ഇവിടെ എഴുതിയതാണ്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ കണ്ടോ, ടോൾ റിങ്കിൾഡ് എന്ന് പറഞ്ഞ ഫീനോടൈപ്പ് നമുക്ക് വ്യത്യസ്തമായിട്ട് കിട്ടിയതാണ്. അതിൻ്റെ ജീനോടൈപ്പുകൾ ഏതൊക്കെയാണ്? രണ്ട് രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ. അപ്പോൾ ഇത് ടോൾ റിങ്കിൾഡ് ആണ്, ഇതും ടോൾ റിങ്കിൾഡ് ആണ്. ഇനി അടുത്ത ആരാ? ഡാർഫ് റൗണ്ട് എന്തേ? ദാണ്ട കിടക്കുന്നാണ്ട് മൂന്നെണ്ണം അല്ലേ? ഡാർഫ് റൗണ്ടിൻ്റെ നമുക്ക് ജീനോടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഇനി ആരാണ്? ദാണ്ട കിടക്കുന്നത് സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഇത് തന്നെ അല്ലേ? സെയിം തന്നെ അല്ലേ? അപ്പോൾ ദാണ്ട കണ്ടോ, ഇതാണ് രണ്ടാമത് നമുക്ക് വ്യത്യസ്തമായിട്ട് കിട്ടിയ ക്യാരക്ടർ ഡാർഫ് റൗണ്ട് ആണ്. അതിൻ്റെ ജീനോടൈപ്പുകൾ ആരൊക്കെയാ? സ്മോൾ ടി ക്യാപിറ്റൽ ആർ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ. അടുത്തത് ഫീനോടിപ്പിക് റേഷ്യോ ഓഫ് ദി സെക്കൻഡ് ജനറേഷൻ. രണ്ടാമത്തെ ജനറേഷനിൽ നമുക്ക് കിട്ടിയ ഫീനോടിപ്പിക് റേഷ്യോ നമ്മൾ ക്രോസ് വരച്ച് നമ്മൾ എഴുതിയതാണ്. എത്രയാണ്? 9:3:3:1. ഇത്രയായപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കഴിഞ്ഞു. ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നും മെൻഡൽ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ 2 or more different traits are combined, each trait is inherited independently to the next generation without mixing each other. അതായത് രണ്ടോ അതിലധികമോ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ട്രെയ്റ്റുകൾ കൂടിച്ചേരുമ്പോൾ, കമ്പൈൻ ചെയ്യുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും എന്ത് ചെയ്യുന്നില്ല? മിക്സ് ചെയ്യുന്നില്ല. പരസ്പരം കൂടി കലരാതെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നും മെൻഡൽ മനസ്സിലാക്കിയ കാര്യം. എന്താണ്? വെൻ 2 or more different traits are combined, രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിക്കലരുമ്പോൾ ഈച്ച് ട്രെയ്റ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ടു ദ നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് മിക്സിങ് ഈച്ച് അതർ. പരസ്പരം കൂടിക്കലരാതെ ഓരോ ട്രെയ്റ്റും സ്വതന്ത്രമായിട്ടാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. A pair of alleles in an organism does not influence the separation of other pair of allele. അതായത് ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകളില്ലേ, മറ്റ് അലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കത്തേയില്ല. ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതെന്തുവാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മുടെ ക്രോസിനകത്ത് ഇവിടെ ഗ്യാമീറ്റ് ഫോം ചെയ്തപ്പോൾ നോക്കിയേ, രണ്ടാമത്തെ ജനറേഷനകത്ത് നമ്മുടെ പേരൻ്റ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലായിരുന്നു. അതായത് ക്യാപിറ്റൽ ടിയുടെ കൂടെ സ്മോൾ ടി, ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ സ്മോൾ ആർ. പക്ഷേ ഗ്യാമീറ്റ് ഫോം ചെയ്തപ്പോൾ ഇങ്ങനെ വല്ലതും തന്നെയാണോ നിന്നത്? ഇവരുടെ കൂടെ ഇങ്ങനെയാണോ നിന്നത്? അതായത് ക്യാപിറ്റൽ ടിയുടെ കൂടെ ക്യാപിറ്റൽ ആർ പോയി, കണ്ടോ? ക്യാപിറ്റൽ ടിയുടെ കൂടെ സ്മോൾ ആർ പോയി, സ്മോൾ ടിയുടെ കൂടെ ക്യാപിറ്റൽ ആർ ഉണ്ട്, സ്മോൾ ടിയുടെ കൂടെ സ്മോൾ ആർ ഉണ്ട്. അല്ലാതെ ക്യാപിറ്റൽ ടി ഞാൻ ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ പോകത്തുള്ളൂ, അല്ലെങ്കിൽ സ്മോൾ ടി ഞാൻ സ്മോൾ ആറിൻ്റെ, അങ്ങനെ ഒന്നും ഒരു നിർബന്ധവും ഇല്ല. എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ ടി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്മോൾ ടി ഇൻഡിപെൻഡൻ്റ് ആണ്, ക്യാപിറ്റൽ ആർ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്മോൾ ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അവർ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന അലീലുകളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ 4 ഗ്യാമീറ്റുകൾ, 4 തരത്തിലുള്ള ഗ്യാമീറ്റുകൾ ഇവിടെ ഫോം ചെയ്യാൻ പറ്റിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ മാത്രമേ പോകത്തുള്ളൂ എങ്കിൽ നമുക്ക് ഇത്രയും ഫീനോടൈപ്പുകളെ നമുക്ക് ഇവിടെ കിട്ടത്തില്ലായിരുന്നു. അതാണ് അവിടെ പറയുന്നത്.
രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കൂടിക്കലരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നേയില്ല. ഇവർ സ്വതന്ത്രമായിട്ട് നിന്നുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നാണ് ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നും മെൻഡൽ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നോക്കിക്കേ, എന്താണ് അവിടെ കിടക്കുന്ന ചോദ്യം നോക്കിക്കേ. Characters that are not found in the parent plant are found in the second generation. Why? അതായത് നമ്മുടെ പേരൻറ്റിൽ കാണാത്ത സ്വഭാവങ്ങൾ നമ്മൾ സെക്കൻഡ് ജനറേഷനിൽ കണ്ടു അല്ലേ? രണ്ടാമത്തെ തലമുറയിൽ നമ്മൾ കണ്ടു പേരൻറ്റിൻ്റെ സ്വഭാവം ടോൾ റൗണ്ട് ആയിരുന്നു. അതുകൂടാതെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് നമ്മൾ രണ്ടാമത്തെ തലമുറയിൽ കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിൻ്റെ ആൻസറാണ് ഇവിടെ കിടക്കുന്നത്. എന്താണ് അതിന് കാരണം? എന്താണ്? രണ്ടോ അതിലധികമോ ട്രേറ്റുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പരസ്പരം കൂടിക്കലരാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്രയും എഴുതിയതിന് ശേഷം വേണമെങ്കിൽ ഈ സെൻറ്റൻസ് കൂടി നിങ്ങൾക്ക് ചേർക്കാം. സോ ന്യൂ കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ് ക്യാൻ അപ്പിയർ ഇൻ ദ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് വെയർ നോട്ട് പ്രസൻറ്റ് ഇൻ പേരൻസ്. അപ്പോൾ അതുകൊണ്ടാണ് പേരൻസിൽ കാണാത്ത കോമ്പിനേഷൻസ് എവിടെ നമ്മൾ കണ്ടത്? ഓഫ്സ്പ്രിങ്സിനകത്ത് നമ്മൾ കണ്ടത്. ഇത്രയുമാണ് ഡൈഹൈബ്രിഡ് ക്രോസ് ഇവിടെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പഠിക്കാം.